ആരാണ്? ഉണ്ണിമൂത്രം പുണ്യാഹം. സുഞ്ചേടാ കുരങ്ങ് മൂത്രം വെച്ചോ? നന്നായിരിക്കും. ഓക്കെ, നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. കണ്ട കണ്ട ഇരിക്കുന്ന കണ്ട, വേരിൻ്റെ മുകളിൽ വേരിൻ്റെ മുകളിൽ വേരിൻ്റെ മുകളിൽ. പറഞ്ഞ എങ്ങനെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, ഹിപ്പി യോഗയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ് മോനെ. കൊടൈക്കനാലിൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. എന്താ പറയാ, നമ്മൾ നോർത്തിലെ കാശ്മീരിലൊക്കെ പോയ പോലത്തെ അതിഭീകരമായ കൊടും തണുപ്പല്ലേടാ. ഇപ്പൊ എന്തായാലും തണുപ്പാണ്. അപ്പം രാവിലെ തന്നെ നമ്മൾ മെല്ലെ ഇവിടുന്ന് എല്ലാവരും കുളിച്ച് റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുക. മെല്ലെ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ലേക്കിന്റെ ഭാഗത്തോടെ എൻ്റെ സൈക്കിളൊക്കെ റെൻ്റ് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്. എന്തായാലും പൊള്ളിയായിരിക്കും. ഇന്നലെ ഗംഭീര ദിവസമായിരുന്നു. ഇന്നലെ പിന്നെ യാത്രയൊക്കെ ആയിരുന്നു. ഇന്ന് ഫുൾ കൊടൈക്കനാൽ എക്സ്പ്ലോറിംഗ് ആണ്. അപ്പം എല്ലാരും റെഡിയായി സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതെ, അവിടെ നിന്ന് രജി പെട്ടെന്ന് ഇവിടെയും വന്നു. 2 രജിയുണ്ട്. കുമ്പിടി ലാസ്റ്റിൽ ഇതുവരെയായിട്ടും ഇന്നലെ ഫുള്ള് വാള് വെച്ച് കിടന്ന മനുഷ്യനെ ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. സുഞ്ചേട്ടാ, ചേട്ടോ എണീക്ക്, ചേട്ടാ എണീക്ക്. സമയം 8 മണി. എങ്ങോട്ടാണ്? അയ്യോ ഒന്നും അറിയില്ല. പിഞ്ച് കുഞ്ഞ് എണീക്കണോ? ഒരു കാര്യമുണ്ട്. എന്തോ ഇന്നലെ വാള് വെച്ചെന്നൊക്കെ പറയുന്നു, പക്ഷെ മറ്റേ വാളല്ല അല്ല. സോറി ഇത് നോർമൽ വാള്. സാധാരണ യാത്ര ചെയ്യുമ്പോൾ വരുന്ന വാള്. പെട്ടെന്ന് വാ. നമ്മുടെ പിള്ളേരൊക്കെ വന്നു. എല്ലാവരും റെഡിയായി സെറ്റ് ആയിട്ട് വന്നു. നമ്മുടെ കീട്ടിലായിട്ട് നമ്മളെ രഞ്ജിത്ത് മോൻ, റജിമോൻ, ശ്രീതുട്ടൻ, ആനന്ദ് മോൻ, ക്യാമറമാൻ. വാ പോളി. അപ്പൊ ഇനി നല്ല മെല്ലെ അങ്ങോട്ട് നമ്മൾ എക്സ്പ്ലോറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ സെറ്റ് ആയി നമ്മുടെ കീട്ടിലും ട്രാവലർ മെല്ലെ അങ്ങോട്ട് പോകും. നമ്മൾ താമസിച്ചിരുന്നില്ല ഇവിടെ. പൊള്ളിയായിരുന്നു കിട്ടില്ല. എല്ലാം അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ രാവിലെ പരിപാടികൾ തുടങ്ങി. കേട്ടാ, ചുമ്മാ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ തിരിഞ്ഞ് നടക്കുക. ഇനിയും മെല്ലെ ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല. ഒരു 9 മണി 10 മണിയൊക്കെ. അപ്പോൾ അത് കഴിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് പോകും. വേണ്ട, പൂക്കച്ചവടം ഒക്കെ തകർത്ത് പരിപാടികൾ. കഴിക്കണ്ടേ? അല്ല അല്ല, ശാലം മതി. ഇവിടെ ഒരു മൂന്ന് സുൽറാജ് നല്ല 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 കിണ്ണം കാച്ചിയ വെയിലത്ത്. എങ്ങനെയുണ്ടാ വെയില്? സൂപ്പറാ, സൂപ്പർ വെയില്. കൊടൈക്കനാൽ തണുപ്പിന് 2 ബ്ലോഗേഴ്സ് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പൊളി മാൻ, പൊളി. അപ്പോൾ നമ്മൾ സൈക്കിൾ റെന്റ് എടുത്തു. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ദേ ഇങ്ങോട്ട് പോകും. ഇവിടെ ഇത്ര നാളെ സൈക്കിൾ കിട്ടും പോലും അറിയത്തില്ല. കാറ്റടിച്ചിട്ടോ? കവണോ കേട്ടാ, ഇച്ചിരി പ്രാക്ടീസ് വേണം. ഓ സൂപ്പർ സ്റ്റാർ പൊളി മാൻ. ബുള്ളറ്റിലൊക്കെ ഇരിക്കുന്ന പോലെ. ഓക്കെ, 2 கால பெடல் வச்சுக்கோங்க சேட்டே. ஃப்ரண்ட்ல இருக்கிறது ഇത് പാടാ കേട്ടോ. ഫുൾ ആൻഡ് ഫുൾ ബാലൻസ് ഫ്രണ്ടിൽ இருக்கிறது. സിംഗിൾ ആയിരിക്കും നല്ലത്. ചേട്ടാ, ഞങ്ങൾ 2 പേരും ഒരു സൈക്കിൾ. രഞ്ജിത്ത് ഒരു വീഡിയോ എടുക്കാണോ? എന്നെ കാണുന്നില്ല. കുറയുന്നിടത്ത് കുഴപ്പമില്ല.
നിർത്തണം വിവേടിനൊക്കെ അങ്ങനെ ഡബിൾ പെഡൽ സൈക്കിൾ അല്ലാണ്ട് ഇത് അതിലിങ്ങനെ ചവിട്ടി പോകണം. രാവിലത്തെ ആ തണുപ്പൊക്കെ അങ്ങ് പോയിട്ട് ഇപ്പം വെയിലായി അല്ലേ? രാവിലത്തെ ആ തണുപ്പങ്ങ് പോയത്. എങ്ങനെയുണ്ട് രഞ്ജിത്തെ? അടിപൊളി അടിപൊളി. ഞാൻ എൻ്റെ വലിയ സൈക്കിൾ യാത്രയെ പോലും അനുഭവിക്കാത്ത ഒരു പ്രത്യേക അനുഭൂതി ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കാം. അനുഭൂതി പൊളി മാൻ. ഉണ്ടോ എല്ലാരും? കാറൊക്കെ എടുത്ത് ചവിട്ടിക്കേറ്. ഓ രഞ്ജിത്ത് മോൻ, പൊളി. അടുത്താരാ? ഭൂവേട്ടർ. ഓ മാൻ, പൊളി. അടിപൊളിയല്ലേ? അയ്യോ അടിപൊളി. ആഹാ, ഞങ്ങൾ ഓവർടേക്ക് പോണം. അമ്മേ ചവിട്ടിയേട്ടാ. പിന്നല്ലേ മറ്റേ നേരം നല്ലത്. എന്നാലും കുഴപ്പമില്ല. ടാൻഡം സൈക്കിളേ അതെ, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പോകുമ്പോ ഒരു കൂട്ടായ അധ്വാനം അല്ലേ? മറ്റവരെല്ലാം എന്ത്, ഇത് സ്വാർത്ഥതയുടെ പ്രതീകമാണ്. ഒറ്റയ്ക്ക് പോകുന്നത് സെൽഫി. പക്ഷെ ഇതങ്ങനല്ല, ഇത് കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചവിട്ടി മുമ്പോട്ട് പോകുന്നു. വേറെ ലെവൽ. എൻ്റെ ഒരു ഭാഗ്യം നോക്കണം, ഇന്ത്യ മുഴുവൻ സൈക്കിൾ ചവിട്ടി കറങ്ങി വന്ന യോഗിയെ പുറകെ കിട്ടിക്കൊണ്ട് ഞാൻ ഏത് പുറകില്? മുമ്പില് ഞാൻ ചവിട്ടുന്നത് നിങ്ങൾ പുറകിരിക്കുന്നു. അത് പറഞ്ഞു കുഴപ്പമില്ല, രസമല്ലേ? വല്ലാത്ത ശബ്ദം. സൈക്കിളിൽ ചവിട്ടി കറങ്ങി അടിപൊളിയായിട്ട് തിരിച്ചു വന്ന ഹിപ്പി യോഗിയാണ് എന്നെ ഇപ്പൊ പുറകെ വെച്ചോണ്ട് ചവിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് നോക്ക്. പുറകിലല്ല, മുമ്പില്. ഞാൻ എന്നെ പുറകെ വെച്ചു. നിങ്ങൾ പുറകില്ല, ഞാൻ മുമ്പിൽ. എവിടെ കൂടെയാണ് പോകുന്നത് നമ്മള്? എവിടെ കൂടെയാണ് ഗൈസ്? നിക്കടാ, അവിടെ നിർത്തടാ. ഈ ഉച്ച സമയത്ത് ഇവിടെ നിർത്തടാ, ഫോട്ടോ എടുക്കട്ടാ. വിവാട്ടോ ഫോട്ടോ. ഓ എന്താണ് ഗൈസ്, ഞാൻ എന്താ പറയാ, ഒരുപാട് മലയും കുന്നൊക്കെ ചവിട്ടി സൈക്കിളെ കയറിയ ഒരു അനുഭവത്തിന്റെ പുറത്തില് ഇതൊരു വല്ലാത്ത ചവിട്ടായി പോയി കേട്ടോ. ഈ രണ്ടുപേരും ചവിട്ടുന്നു വേറെ ലെവല്. ഗോട്ടാ സൈക്കിൾ വിട്ടിട്ട് അങ്ങനെ ഉണ്ട്? നല്ല ഫീൽ. ഇങ്ങോട്ട് നോക്കി പറ. കൊള്ളാം, നല്ല ഫീലാണ്. നല്ല ജ്യൂസ് കുടിക്കുന്ന ഫീൽ ഉണ്ടോ? അതാണ്. നിനക്ക് എങ്ങനെ എന്തായിരുന്നാ? അടിപൊളിയായിരുന്നു. സൈക്കിൾ മേടിക്കും ഇനി? മേടിക്കും. ഗോട്ടനോ? മേടിക്കും. എല്ലാരും ഇനി നാട്ടിൽ സൈക്കിൾ മേടിക്കാൻ പോകും. പൊളിയല്ലേ? അപ്പൊ ഞാൻ ചവിട്ടി ടാൻഡം ഇതാ. അതായത് ഒറ്റ ചെയിനില് 2 പെഡൽ വെച്ചിട്ട് 2 ക്രാങ്ക് വന്നിട്ട് കണ്ട, 2 ഹബും ഒരു ക്രാങ്കും 2 ക്രാങ്കും ഒക്കെ വന്നിട്ട് പൊളി നൈസ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചവിട്ടിയാലേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ ഓക്കെ. എന്നാടാ ഓഫായി പോയല്ലോടാ ഡിസ്പ്ലേ? കൊടൈക്കനാൽ എക്സ്പെഡിഷൻ. ഓ മാക്സ് സിറ്റി. പൊളി. ഇനി ഓവർടേക്ക് ഉണ്ട്. എടാ ഇങ്ങോട്ട് ഓ മാൻ. என்னடா கவர்மெண்ட் ഇവിടെ എല്ലാവരും ഇപ്പോൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. സൈക്കിൾ നമുക്കൊരു 1/4 മണിക്കൂറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. സിംഗിൾ സൈക്കിളിന് 50 രൂപ. പിന്നെ മറ്റേ ടാൻഡം സൈക്കിളില്ലേ, 2 പേരും സൈക്കിൾ, അതിന് 100 രൂപയാണ്. അത് 3/4 മണിക്കൂർ നമുക്ക് ചവിട്ടാൻ പറ്റും. 1/2 മണിക്കൂർ അല്ലേ 3/4 മണിക്കൂർ. ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ. അതായത് ഈ ലേക്കിൽ, ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്, മാൻമെയ്ഡ് ലേക്ക്. അപ്പോൾ ഇതിന് ചുറ്റിനും ഇങ്ങനെ അപ്പുറത്തൂടെ ഇങ്ങനെ അതുവഴി ഇങ്ങനെ കറങ്ങി, ഇതുവഴി ഇങ്ങനെ ഇത് കൂടെ ചവിട്ടി വീണ്ടും കറങ്ങി അപ്പുറത്തേക്ക്. അതിന് 3/4 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം.
അതിന് ഏതാണ്ട് 100 രൂപ 50 രൂപയൊക്കെ ഉള്ളൂ. എന്തായാലും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണ്. എന്തായാലും ഗംഭീരം. ഇവിടുത്തെ ഒരു ആംബിയൻസാണ് ഇവിടുത്തെ ഒരു വലിയ, അല്ലാതെ ഇവിടെ ഒരുപാട് വലിയ കാഴ്ചയ്ക്ക് സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ആംബിയൻസ് അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗംഭീര എഫക്റ്റ്. എന്തായാലും കൊള്ളാം. എനിക്ക് പുതിയ റൈഡറെ കിട്ടി ഗൈസ്, വിഷ്ണു. ഇപ്പം ഇവനാ സുനിച്ചേട്ടൻ മാറി വിഷ്ണുവിനെ കിട്ടി. അരമണിക്കൂറായി. പെട്ടെന്ന് സൈക്കിൾ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ 100-200 ആകും ഗൈസ്. ഇതാ ലേക്കിന് ചുറ്റും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ മിഷണറീസ് ഉണ്ടാക്കിയെടുത്ത എന്താ പറയുക ഒരു നഗരം, അല്ല ഒരു സിറ്റി, കൊടൈക്കനാൽ സിറ്റി. അതിലെ എന്താ പറയുക ഒരു മാൻമെയ്ഡ് ലേക്ക്. അതിന് ചുറ്റും 4.5 കിലോമീറ്റർ നമ്മൾ പടേ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുക. കിട്ടില്ല വൈബ്, ഒരു രക്ഷയില്ല. എങ്ങനെ ഉണ്ടോ? അടിപൊളിയല്ലേ? അതെ, എല്ലാം ഉണ്ട്. അതെ, എല്ലാം ഉണ്ട്. എന്തായാലും കൊള്ളാം. പെട്ടെന്ന് സൈക്കിൾ കൊണ്ട് കൊടുക്കണം, അരമണിക്കൂർ. അതിലും വലിയ രസം വിവേകന് സൈക്കിൾ എടുത്ത കട അറിയത്തില്ല, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വിവേകനെ പോയി കണ്ടുപിടിക്കണം. ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ പഴയ സിനിമകൾ ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്ത സ്ഥലം. ന്യൂഡൽഹിയിലെ മറ്റേ വില്ലനൊക്കെ വന്ന് ഇവിടുന്ന് മറ്റവനെ കൊല്ലാൻ പോകത്തില്ലേ, അല്ല ഇവിടെ ഷൂട്ട് ചെയ്ത്. മനസ്സിലായോ നിനക്ക്? വാവ്, കണ്ടോ കുറേ പേര് നടക്കാനൊക്കെ ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നൈസ്, കൊള്ളാം. എന്തായാലും കണ്ടോ ഗൈസ്, പന്നിക്കൂട്ടം, കുഞ്ഞു പന്നിക്കുട്ടികൾ. ഇതെന്ത് മരം അവിടെ? ഇത് എന്തൊക്കെയാ മരം? അടിപൊളി. പൈനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് പൈനല്ലേടാ ഇത്? ഇത് പൈൻ മരം. എന്തോരം മരങ്ങൾ. മണാലി ചെന്നപ്പോൾ നമ്മൾ ദേവദാരുവിൻ്റെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ദേവദാരു തോട്ടം. എന്തായാലും ഇതൊരു പ്രത്യേക രസമാണ് കേട്ടോ. വലിയ സംഭവമല്ല, പക്ഷെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു രസം. ഇവിടെ ഇങ്ങനെ ചവിട്ടാൻ, വേറെ ഒരു നാട്ടിലെ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ അതൊരു സുഖമല്ലേ? അപ്പോൾ ആ ഒരു സുഖം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഇത് കിടില സംഭവമൊന്നും അല്ല. എന്തി അല്ല, അവർ വരാറായില്ല, നല്ല ദൂരം. നമ്മളിപ്പോൾ എത്ര നേരം ചവിട്ടി? അങ്ങ് പോവാം, അവിടെ പോവാം. ഗൈസ്, ചെറുതായിട്ട് പണി പാളി ഗൈസ്. നമ്മളെടുത്ത സൈക്കിളിൻ്റെ ചെയിൻ പോയി. ഇതെങ്ങോട്ടാണ് ഇടുന്നതെന്ന് ഒരു പിടിയില്ല. അരമണിക്കൂറത്തേക്ക് എടുത്ത, ഇതിപ്പം 2 മണിക്കൂറത്തേക്ക് കൊടുക്കേണ്ടി വരും. എന്തോ ചെയ്യണമെന്ന് നമുക്ക് ഉന്തേണ്ടി വരും ഗൈസ്. ഉന്താം ഗൈസ്. നടന്നാ വന്ന് മക്രോണി ഓന്തി. കണ്ടോ ഗൈസ്, സൈക്കിളിൽ വിട്ട് വന്ന ഞങ്ങളുടെ അവസ്ഥ. ഇപ്പം വിഷ്ണു ഉന്തുന്നു. എന്തോ പറയാനെന്ന് പറ. എവിടെ പോടാ? ചെയിൻ പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ തള്ളിക്കൊണ്ട് പോകാം ഗൈസ്. എന്താ ചെയ്യാനെന്ന് പറ. വേണ്ടെന്ന് അങ്ങനെ ചെയ്യും. ഞാൻ തന്നെ ശരിയാക്കി ഗൈസ്. ഒന്നും പറയണ്ട. വിഷ്ണു ഇട്ടിട്ട് ഓടി മടുത്തു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോവാം. എന്തോ ചെയ്യണമെന്ന് പറ. ഇനിയും കട കണ്ടുപിടിക്കണം, അതെവിടെ നിന്നൊരു പിടിയില്ല. എന്നാലും പറ. രണ്ടുപേരിക്കുന്ന സൈക്കിൾ ഒറ്റയ്ക്ക് ചവിട്ടേണ്ടി വന്ന അവസ്ഥ ഭീകരമാനമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ, നമ്മൾ ഈ മൂന്നാറിലും ഒക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ കടകൾ ഇഷ്ടംപോലെ ഇവിടെയുണ്ട്. സ്വീറ്റ്സും അതുപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. അയ്യോ, നമ്മൾ അവിടെ നിന്ന് സൈക്കിളത്തെ അക്കരെ കറങ്ങി അക്കരെ പോകണം. 4.5 കിലോമീറ്ററാണ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതായിരുന്നു ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്തിട്ടുള്ള നമ്മുടെ സൈക്കിൾ റൈഡ്. കുറേ സൈക്കിളുണ്ട് കേട്ടോ. സിംഗിൾ സ്പീഡുണ്ട്, ഗിയറുണ്ട്, ഫാറ്റ് ബൈക്ക് ഉണ്ട്, ടാൻഡോ ഉണ്ട്. ഞാൻ ടാൻഡോ എടുത്ത് അതിൻ്റെ ചെയിനെല്ലാം കുറച്ച് പോയിട്ട് കുറച്ച് പ്രശ്നമായി. എന്നാലും എല്ലാം ശരിയാക്കി തിരിച്ചു കൊണ്ട് കൊടുത്ത് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ എടുക്കാൻ ചവിട്ടുക, പൊളിക്കുക, അത്രേ ഉള്ളൂ. വേറെ ലെവല് പൊള്ളി. ഓക്കെ, ഇവങ്ക പേരെന്നാ? കാശി. ആമാ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. 50 രൂപ 40 രൂപ കിട്ടും. ഓക്കെ, ഇത് മുഴുവൻ ബോട്ടിങ്ങിൻ്റെ ആൾക്കാരാട്ടോ. ഇവിടുന്ന് ബോട്ടിങ്ങിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകുന്ന പെഡൽ ബോട്ടിങ് കാര്യങ്ങൾ. ഇതാണോ സേഫ്റ്റി ജാക്കറ്റ്സ്.
ഇഷ്ടം പോലെ ഉണ്ട് തമ്പി. കമ്പിളി ചുമ്മാ ഇവിടെ മേടിച്ചിട്ട് പോയാൽ മതി. ഭയങ്കര വിലക്കുറവ്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് കൊടൈക്കനാലിൽ വന്നിട്ട് സ്ട്രീറ്റ് ഇങ്ങനെ എക്സ്പ്ലോറിങ്. വേറെ ലെവൽ ചുമ്മാ പോയി നോക്കാം. ആരെല്ലോ കാണാം എന്തായാലും. അങ്ങനെ കൊടൈക്കനാൽ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വണ്ടി കയറിയിട്ട് നേരെ പോയി എങ്ങോട്ടാണ് അടുത്ത പോയിന്റിലേക്ക്. ഗുണ കേവ്സ്, പില്ലർ റോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അവിടുന്ന് അധികം ദൂരമില്ല. എല്ലാം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ വ്യത്യാസം തന്നെയായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. എന്തായാലും കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. വണ്ടി ഇങ്ങനെ പറന്നേ പോയി. നേരെ പോണത് പൈൻ ഫോറസ്റ്റ്, അവിടുന്ന് ഗുണ കേവ്സ്, അങ്ങനെ അങ്ങോട്ട് പോയി. ഓക്കെ, കാമോ. ഹലോ, എൻ്റെ പുതിയ ഗെറ്റപ്പിൽ ഞാൻ പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് പൈൻ വാലി. രഞ്ജിത്തുണ്ട്, വേർഡനുണ്ട്, പൊളി സ്ഥലം. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഗുണ കേവ്സ് പോകുന്നു. അവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക്. അടിപൊളി, പൊളി 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 മാൻ, അടിപൊളി. എടാ നമ്മുടെ രജീത് മോൻ. രജീതേ ഓക്കെ ആയോ? ഛർദിച്ച് വയ്യാതായിരുന്നു. എവിടെ എപ്പോ? രഞ്ജിത്ത് മോൻ കുതിര. അവിടുത്തെ പൈൻമരക്കാരനേക്കാൾ വലുതല്ലേ? പിന്നെ ഇത് വലുതല്ലേ? എടാ കൊടൈക്കനാലല്ലേ കൂടുതൽ പൈൻ ഫോറസ്റ്റ് ഉള്ളത്. എല്ലാം വെച്ച് പിടിപ്പിച്ചതാ. നമ്മളുടെ സുനിൽ രാജ്, ഫോട്ടോഗ്രാഫർ. എടാ രജി ഒന്ന് തള്ളി വിട്ടാടാ. അർജുനെ തെള്ളിക്ക് പുറകെ തള്ളി വിട്. അർജുനൻ തള്ളടേ. സുനിച്ചേട്ടൻ എടുക്കോ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഗംഭീരമായിട്ട്. വിവേകേട്ടാ ഇതൊക്കെ നോക്ക്, മുകളിലോട്ട് നോക്ക്. ഞാൻ എവിടെ ഇരിക്കുന്നത് നോക്കൂ. ഈഫൽ ടവറിന്റെ മുകളിൽ, വെറും 5 അടിയുടെ മുകളിൽ, സുനിൽ രാജിന്റെ കൂടെ. ഒരു 5.5 ആക്കണേ. എൻ്റെ ഒരു സന്തോഷം. എന്നെ എടുത്ത് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സുനിൽ രാജിന്റെ അവസ്ഥ ഇതാണ്. അമ്മ കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്പോട്ടുകളിലെ ഒരു സ്ഥലമായി പൈൻ ഫോറസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനിയും എന്താ പറയുക പില്ലർ റോക്സും ഗുണ കേവ്സും ഒക്കെ പോകുന്നത്. ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക, ഫോട്ടോസൊക്കെ എടുത്ത്. വഴിയില്ലാത്ത സ്ഥലത്തോട് വഴിയില്ല. കണ്ണസ്രാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തോടൊക്കെ ഇപ്പൊ ചാടിപ്പോയേനെ. കണ്ണസ്രാങ്ക് ക്യാമറയ്ക്ക് പൈസ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ക്യാമറ എടുത്ത് പോക്കറ്റ് വെച്ചോളാം. അത്രേ ഉള്ളൂ. ക്യാമറ എടുക്കുന്നില്ലെന്ന് ഞങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തോ. അത്രേ ഉള്ളൂ. 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ 7 പേര്. ബാക്കി നമ്മുടെ ചേട്ടന്മാരെല്ലാം ടിക്കറ്റ് ഇല്ലാതെ അപ്പുറത്തോടൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഒരു കാര്യം പറയുന്നതില് ഒരു ചൂടായിട്ട് പറയാം. ഏതാണ്ട് ആദ്യം അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ചുമ്മാ കിടന്ന് ചുമ്മാ അത് ഇതൊക്കെ പറയാം. അത്രേ ഉള്ളൂ. ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഫൈൻ അടിക്കും. അപ്പൊ നമ്മള് പോവാ ഗൈസ്. എവിടെ പോന്നെ? ഗുണ കേവ്സ്. എന്താണ് ഗുണ കേവ്സ്? ഗുണ ഫിലിം ഷൂട്ട് ചെയ്ത കമലഹാസന്റെ ആ പടം ഷൂട്ട് ചെയ്ത. അതിന് മുമ്പത്തെ പേരെന്ന് പറഞ്ഞാൽ ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ആ കുഴിക്കകത്തുനിന്ന് പുക ഇങ്ങനെ വരുന്ന അടുപ്പ് പുകയുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഡെവിൾസ് കിച്ചൺ. ഒരു ഗുണമില്ലാത്ത കേവ്സ് ആണ് ഗൈസ്. ദൈവം പറയാം, ചെല്ലുമ്പോ അറിയാം. ഇപ്പൊ എന്തായാലും കേവ്സിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ചെല്ലുമ്പോ അറിയാം എങ്ങനെയുണ്ട്, പൊളിയായിരിക്കും. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. വേറെ ലെവൽ.
ഇതാ അപ്പോൾ നമ്മുടെ ഗുണ കേവ്സ് ഇതാ ഇത് എൻട്രൻസ്. ഇവിടെ തന്നെ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്, കണ്ടോ? സെക്യൂരിറ്റി പോട്ടെ. ആ പൊക്കോളാം. ഇതാ അങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ പ്രത്യേകത ഇതാ, കുറേ കേവ്സ് ഉണ്ട്, അതായത് നാരോ പാസേജസ് താഴോട്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ കുറേ പേര് അതിനകത്തൊക്കെ വീണ് അപകടമൊക്കെ പെട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. കമ്പി വേലി വെച്ച് ഇവിടാണ് കമലഹാസൻ്റെ ഗുണ ഫിലിമിൽ അവളെ തട്ടിക്കൊണ്ടുണ്ട് പാർപ്പിച്ചൊക്കെ ഇവിടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ വേരുകളാണ്. ഈ മരത്തിൻ്റെയൊക്കെ വേരുകൾ ഗംഭീരമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. അതൊരു നല്ല കിഡിലം വ്യൂ ആണ്. ഞാരൊക്കെ വ്യൂ കണ്ടോ? കിഡിലം വ്യൂ കണ്ടോ? വേറെ ലെവൽ വ്യൂ കണ്ടോ? അടിപൊളി. ഇതുണ്ടോ, ഒരുപാട് വലിയ വേരുകൾ. അതായത് ഈ വേരിനിടയിലുള്ള മണ്ണെല്ലാം ഒലിച്ചു പോയി. അപ്പോഴത്തേക്ക് ഈ വേര് തെളിഞ്ഞിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട്, എന്താ പറയുക, ഒരു ബിനാലയിലൊക്കെ കാണുന്ന വർക്ക് പോലെ ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ വേട്ടം കയറിയിരുന്ന കണ്ട. ഇനി ഇതുപോലെ പോണി കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. സൂപ്പർ അടിപൊളി ഗുണ കേവ്സിലെ ഈ റൂട്ട്. ഓക്കെ, നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. കണ്ട ഇരിക്കുന്ന കണ്ട, വേരിൻ്റെ മുകളിൽ അലക്കണം. ரெண்டு மூணு பேர் வெளியே பார்ட்னர்ஸ் கேட்டியோ ஆர்க்கு ഇതാണ് ഗുണ കേവ്സ്. അതായത് ഇത് കേവാണ്, ശരിക്കും ഗുഹ. ഇപ്പോൾ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടാണ് കാണാത്ത. ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഇത് ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുന്നത്. നല്ല താഴ്ചയുള്ള ഗുഹയാണ്. वीडियो करो बॉय. അപ്പോൾ ഇതവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടൊരു ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കും തിരക്കൊക്കെയാണ്. ആ നാട്ടിൽ കൊറോണ ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളും മാസ്ക് വെച്ചിട്ടില്ല, എന്തായാലും അവിടെ ഉള്ളവരാരും മാസ്കും വെച്ചിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും. അതിന് കൂടാതെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് സെക്യൂരിറ്റി ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളിൽ ഒരാളായിട്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ഫോട്ടോ എടുക്കുന്നവരുടെ ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ കുരങ്ങൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും മങ്കീസ് അവരുടെ ജോലികൾ ചെയ്യുന്നു. പക്ഷേ ഒരു ഗംഭീര കാഴ്ച തന്നെ കേട്ടോ. മേഘങ്ങൾ നമ്മുടെ താഴെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ, വെള്ള മെത്ത വിരിച്ചിരിക്കുന്ന പോലെ ഗംഭീര വ്യൂ ആയിരുന്നു. ഹലോ, ആരാ? തിരുവല്ല. ബാക്കി എല്ലാവരും എന്തേടാ? ഫോണോക്കി കേട്ടോ തന്നെ മാന്ത് പോട്ടെ പോട്ടെ. ആ അത്രേ ഉള്ളൂ. ഇത് വേറൊരു കേവാണ്, ഭീകരമായ കേവ്. ഇതൊക്കെ നേരത്തെ ഇത് ഓപ്പൺ ആയിരുന്നു. അപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റൊക്കെ ഇതിനകത്ത് വീഴാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനെ ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചു. ഈ കേവ്സിനകത്തായിരുന്നു ഗുണ ഫിലിം ഷൂട്ട് ചെയ്തത്. നേരം പുളി അടിപൊളി.
ഓ അങ്ങനുണ്ട് സൂപ്പർ. ലെമൺ സോഡ, ലെമൺ ജ്യൂസ്, ഓംലേറ്റ്. നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ട് ഇതാണ് പില്ലർ റോക്സ്. അതായത് ഏതാണ്ട് 4000 അടി ഉയരത്തിൽ താഴേന്ന് അത്ര ഉയരമുള്ള 3 തൂണ് പോലത്തെ പാറയായത്. ഈ പാറ മൊത്തം ഗ്രാനൈറ്റ് കൊണ്ടുള്ള പാറ. അപ്പോൾ ഇതിൻ്റെ വ്യൂ എവിടെയാണെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം. ടിക്കറ്റ് ഉണ്ട് 5 രൂപ, പോയിട്ട് പറയാം. ഇതാണ് പില്ലർ റോക്സ്. ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ള ഫുള്ളി ഗ്രാനൈറ്റ് ആയിട്ടുള്ള പാറയത്. 3 റോക്ക് തൂണ് പോലെ, 1 2 3 3 പില്ലേഴ്സ് കണ്ടോ. ഇത് കിടക്കുന്നുണ്ട്. ഇത് മേഘമാണെന്ന് തോന്നുന്നു കിടക്കുന്നത്, പക്ഷെ എനിക്കറിയില്ല, മേഘം തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും 4000 അടി ഉയരമുണ്ട് ഇവിടെ. അതുതന്നെ ഒരു വലിയ കാര്യം. ഭീകരം. ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. അടിപൊളി. എന്താ പറയുക, മേഘം പൂത്ത് തുടങ്ങി. ഉണ്ടോ ആ ഒരു പില്ലർ റോക്സ് വ്യൂ പോയിന്റിൻ്റെ തൊട്ടിപ്പുറത്തെ വേറൊരു പാർക്കിംഗ് സ്പേസിൻ്റെ തൊട്ട് ബാക്കിലെ ഒരു സ്പോട്ടാണ് കേട്ടോ. അതായത് ഈ ഭയങ്കര ഗ്രീനറി. എനിക്ക് ഗ്രീനറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഓൾ ഇന്ത്യ റൈഡ് ചെയ്ത സമയത്തൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റേ ചെയ്യുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അടിപൊളി വ്യൂ, നൈസ്. എന്ത് രസമാണ് നോക്കി, ഭയങ്കര ഗ്രീനറി. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ, ഈ വൈബൊക്കെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്? എന്താ പറയുക, വെറുതെ കാഴ്ചകൾ കാണാതെ യാത്ര ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാ ചെറിയ ചെറിയ കാഴ്ചകൾ പോലും നമ്മൾ കണ്ട് ആസ്വദിക്കണം. ഗംഭീരം, അടിപൊളി. ഇതുണ്ടോ എന്ത് രസമാണ് നോക്കി. ഇതുണ്ടോ ഇതുവഴിയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ചെറുതായിട്ട്. ഇതുണ്ടോ. അതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കാടാണ്. അത് കണ്ടോ, ആ ഭാഗത്തായിട്ട് കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നു, നിൽക്കുന്നു 2 എണ്ണം. ഹെവി സാധനം. ഇവിടെ ഇങ്ങനെ ആന വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, പൊളിച്ച്. നൈസ്. ഓക്കെ, അപ്പോൾ ഇത് സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴിയാണ്. 2 സൈഡിലും കടകളൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൂടുള്ള ചെറിയ പാസേജ്. ഭയങ്കര സ്റ്റെപ്പൊക്കെ ആയിട്ട് 2 സൈഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. സ്വീറ്റ്സും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പോകും. വെളുത്തുള്ളി പോലെ ഇരിക്കുന്നു. എനിക്കൊന്ന് വെളുത്തുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് കിളിപ്പിച്ച് വെച്ചിരിക്കുന്നു വെളുത്തുള്ളി. കണ്ടോ, വെളുത്തുള്ളി കിളിച്ചിരിക്കുന്നു. அம்மா கிட்ட கொடுப்போம். സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ മാറ്റിയ പേരാണ് ഗ്രീൻ വാലി വ്യൂ. അതിന് മുമ്പ് സൂയിസൈഡ് പോയിന്റ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇതാണ് ഭീകരമായ കാഴ്ച. ഈ കോട വന്ന് മൂടിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. കോട ഇല്ലെങ്കിൽ കിണ്ണം വ്യൂ ആണ്. എന്തോരം ഹൈറ്റാണ്, 5000 ഹൈറ്റാണ് ഇതിന്. ആരാണ് പുണ്യമൂത്രം പുണ്യാഹം. സുഞ്ചേടാ കുറേ മൂത്രം വെച്ചോ, നന്നായിരിക്കും. എന്താ നോക്കി പൊളിച്ച്. അപ്പം ഏതാണ്ട് കൊടൈക്കനാലിലെ നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് എക്സ്പ്ലോറിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഡോൾഫിൻ സ്നോസ്, അതായത് വട്ടക്കനാൽ എന്നും പറയും. അപ്പം ഇവിടോട്ട് ഏതാണ്ട് 1 കിലോമീറ്ററോളം നമ്മൾ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോരും. 1 കിലോമീറ്റർ ഈ കൊച്ചു വഴിയാണ്. നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് പോയിട്ട് അവിടെ മെയിൻ സ്പോട്ടിൽ നിന്ന് കുറച്ച് ലെഫ്റ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ താഴോട്ട് വേറൊരു വഴിയുണ്ട്. അത് പോയി കഴിഞ്ഞാൽ കിഡിലം വ്യൂ ആണ്, എൻ്റർലി ഡിഫറെൻറ്റ്. എനിക്കൊന്ന് കുറച്ച് ഫോഗി ആയിട്ട് കിടക്കും. അപ്പം വ്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും എന്താ ഇങ്ങനെ നമ്മൾ പോകുന്നത്, ഈ റോഡിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഈ റോഡ് ഇങ്ങനെ താഴോട്ട് അങ്ങനെ 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം പിള്ളേരെല്ലാം ഇങ്ങനെ വരുന്നേ ഉള്ളൂ, സെറ്റായിട്ട് വരുന്നുണ്ട്. ഹലോ ഗായ്സ്. ഡോൾഫിൻ നോസ് ഏതാ?
ഇതാണ് ഗൈസ് നമ്മൾ പുതിയൊരു സ്ഥലം, ആരും ഇതുവരെ പോയ സ്ഥലം. നമ്മുടെ ലീഡർ ഡോൾഫിൻ നോസ്. നമ്മൾ ഇതുവരെ പോകുന്നത് വളരെ സൂക്ഷിക്കണം. ഇതുവരെ പോകുന്ന റിസ്ക് ആണ്. ഹലോ കണ്ടി, ഹൗ ആർ യു? ഏയ് നോൺ എഡ്യൂക്കേഷൻ ഗായ്. കണ്ടില്ലേ നടക്കടാ അല്ലാതെ എഴുതി കിട്ടാ വേറെ ലെവല് ഗൈസ്. പറ്റത്തില്ല, ഇറങ്ങി പോടാം. അപ്പോൾ ഡോൾഫിൻ സ്നോസിലോട്ട് പോകുന്ന വഴി ഇത്. ഏകദേശം നമ്മളൊരു 1 കിലോമീറ്റർ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് അതിന് താഴോട്ടുള്ള വഴി. ഒന്നും കാണാൻ 1 കിലോമീറ്റർ പച്ചവെള്ളം കുടിക്കാൻ ഞങ്ങൾ ഇത്ര നടത്തണം. ശരിയാത്തില്ല. വണ്ടി ഇല്ല, ട്രാവലർ വിടത്തില്ല. എന്തിനാ ഇത് നടക്കല്ലോ? 1 കിലോമീറ്റർ. വീണ്ടും ഇച്ചിരി ഹെവി ആയിട്ടുള്ള ട്രക്കിങ്, മോശം റോഡിൽ ഓഫ് റോഡ് വേരുകളുടെ ഇടയിൽ കൂടെ. ഏതാ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പാത്ത കെട്ടിച്ച് അവിടെ ഇരുന്ന് തുടങ്ങി. എന്താ ചെയ്യാ? ഇതിനകത്ത് വഴിക്കാൻ പറ്റില്ല. പദ നമ്പർ 1, പദ നമ്പർ 2, 3 ആണ് ഈ പുറയിലോട്ട്. അതാ 3 ഇല്ല. രജിയല്ലേ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇതായതുണ്ടോ ഒരു വാട്ടർ ക്രോസിങ്. പക്ഷെ വലിയ വെള്ളമൊന്നുമില്ല. കുഞ്ഞു പട്ടി കിടക്കുന്നു, ചുറ്റൊരു പട്ടി കിടക്കുന്നു. അയ്യോ ശരി കേട്ടോ, ഇവിടെ വെള്ളം ഹെവിയായിട്ട് ചാടുവാണ്. ഭീകരാവസ്ഥ ഇതുണ്ടോ, ഭയങ്കര ന്യാരമായിട്ടുള്ള വഴിയാണ്.
നമ്മുടെ സ്പോട്ടിലേക്കുള്ള വഴി. നന്നായിട്ട് കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഫോഗ് അടിച്ചത് ഇതുണ്ടോ, ഇത് മുഴുവൻ പൈൻ മരങ്ങളാണ്. അതിനിടയിൽ മുഴുവൻ ഫോഗ് നിറഞ്ഞു നിൽക്കുന്നു. അതിഭീകരമായ ഫോഗി ഈവനിങ് ആണ് ഇന്ന് നമുക്ക്. വെള്ളം ഒഴുകുന്ന സൗണ്ടാണ്. നീ ഇങ്ങോട്ടൊന്ന് ക്ലോസ് പിടിച്ച് ഇതുണ്ടോ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടോ. അത് തന്നെ ആ പാറയുടെ അറ്റം, അതാണ് ഡോൾഫിൻസ് നോസ്. അതാണ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്താൽ അടിപൊളിയാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഡോൾഫിൻസ് നോസ് എത്തി. അപ്പോൾ തിരിഞ്ഞു, മീൻസ് ക്യാമറയും തിരിയും കൂടെ. നിങ്ങൾ കണ്ടോ ഭീകരമായ രീതിയിൽ. കണ്ടോ എവിടെ എവിടെ താഴേക്ക് നോക്കൂ, കുയ്യാണ്. അതുണ്ടോ, ഇതാണ് ഈ ഒരു പാറയ്ക്കയുടെ ഷേപ്പ് ഡോൾഫിൻ്റെ നോസ് പോലെ, അതായത് ഡോൾഫിൻ്റെ മൂക്ക് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഡോൾഫിൻസ് നോസ് എന്ന് പേര് വന്നു. എന്തായാലും അടിപൊളി, സൂപ്പർ നൈസാണ്, അടിപൊളി. കണ്ടോ സൂപ്പർ. ഭയങ്കര ഫോഗി ആയിട്ടുള്ള ഒരു സമയമായത്, അടിപൊളി. ഡോൾഫിന്റെ മൂക്ക് നീണ്ട കണ്ടിട്ടില്ല നിങ്ങൾ? എന്താണ് ഡോൾഫിന്റെ മൂക്ക് നീണ്ട തിമിംഗലത്തിൻ്റെതാ അമ്മന്നിരിക്കുന്നത്. ചെയ്യാൻ പാടില്ല ഇപ്പൊ. അപ്പം ഇതാണ് ഡോൾഫിൻ നോസ്. നല്ലൊരു ഗംഭീര വ്യൂ പോയിൻ്റാണ്. ഈ കോട വന്ന് മൂടിക്കിടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഒരു ഗംഭീര സ്ഥലമായിരുന്നു. നമുക്ക് എന്താ പറയുക, കാല് പറയ്ക്കും അവിടെ നിൽക്കുമ്പോഴത്തേക്ക്. കാര്യം ഹൈറ്റ് പ്രശ്നമുള്ള ആൾക്കാർക്കൊന്നും അവിടെ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഞാനവിടെ പോയി നിന്ന് നല്ല ഗംഭീര ഫോട്ടോയും എടുത്തു. എന്തായാലും ഞാനങ്ങ് തകർത്ത് കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും എൻ്റെ കൂട്ടുകാരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നാൽ പോലും സുരക്ഷിതമായ രീതിയിൽ ഞാൻ കുറേ ചിത്രങ്ങളൊക്കെ പകർത്തിയെടുത്തു അവിടെ നിന്ന്. എന്താ വ്യൂ നോക്കി, ആഹാ അടിപൊളി, സൂപ്പർ. ഏകദേശം നമ്മുടെ കൊടൈക്കനാൽ എക്സ്പ്ലോറിംഗ് ഒക്കെ ആണ്ട് തീരാറായി. ലാസ്റ്റ് കുറച്ച് സമയത്തേക്ക് പരിപാടിയായി ഇപ്പം. എന്തായാലും ഫുള്ള് സ്നോയൊക്കെ ഇറങ്ങി തുടങ്ങി. സോറി ഫോഗ്, ഞാനിപ്പോഴും കാശ്മീർ ഹിമാചൽ ഒക്കെ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഫോഗ് അടിച്ച് എന്തായാലും സൂപ്പർ അടിപൊളി. ഹിമാചലൊക്കെ പോയതുപോലെ സൂപ്പർ. അവിടെ അല്ലേ ഇങ്ങനെ അടിപൊളി അടിപൊളി സൂപ്പർ അല്ലേ? എക്സലന്റ്, യോ മാർവലസ്, അടിപൊളി അടിപൊളി അടിപൊളി. നല്ല അണപ്പുണ്ട് കേട്ടോ. തിരിച്ച് കയറുന്നതിൻ്റെ ഇച്ചിരി പാടാണ്, കാര്യം നല്ല ട്രക്കിങ്ങാണ്. ഈ ഒരു സ്ഥലത്തെ നല്ല ഹൈലൈറ്റായിട്ടുള്ള ഗംഭീര സ്ഥലമായിരുന്നു കേട്ടോ ഡോൾഫിൻ നോസ്. പക്ഷേങ്കിൽ തിരിച്ച് പോകുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ പ്രകൃതി തന്നെ ഉണ്ടാക്കിയ സ്റ്റെപ്പ് ഉണ്ടോ, ഈ വേരുകളൊക്കെ ഉണ്ട്. അത് പൊളിച്ച് ഗംഭീരമായിട്ടുണ്ട്. ആണല്ലോ അടിപൊളി. ഇങ്ങോട്ട് കയറി വരുന്ന വഴി നമ്മൾ നല്ല കിണ്ണം കാച്ചി ചൂട് ചായ കുടിച്ചു കേട്ടോ. അതിൻ്റെ ഇവിടുന്ന് യോഗേശ്വരൻ എന്നാണ് അണ്ണൻ്റെ പേര്. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് നല്ല കിടലമായിട്ട് നല്ല കിണ്ണം വൈബ്. അത് നല്ല അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഇവിടെ ഇറക്കിയേക്കാം. കാണോ നല്ല പെട്ടയായിട്ട് താഴെ നിന്ന് ആൾക്കാർ കയറി വരുന്നുണ്ട്. കണ്ടോ നമ്മളവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് പോകണം. തീർന്നു, നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായിരുന്നു ഈ ഒരു ഡോൾഫിൻസ് നോസ്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പൊ നമ്മുടെ 2 ദിവസത്തെ ഹെവി എന്താ പറയാ അടിച്ച് പൊളിച്ചുള്ള കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ കൊണ്ട് തീരാണ്. 2ാമത്തെ ദിവസം ഇപ്പൊ 6:30 നമ്മൾ ലാസ്റ്റ് കണ്ടത് ഡോൾഫിൻസ് നോസ്. അപ്പൊ ഇവിടുന്ന് ഹെവി ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല ഭയങ്കര ഫോഗി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. കിടിലം ട്രക്കിംഗ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനപ്പുറത്തോടൊന്നും പറയാനില്ല. വണ്ടി ചെല്ലുന്നിടത്ത് കാണുന്നതാണെങ്കിൽ മ്യൂസിയം, വാക്സ് മ്യൂസിയം പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ പോവാ. ഇതൊരു ഗംഭീര സ്ഥലമാണ്, കിടില സ്പോട്ട്. എല്ലാരും പോര്, ചാടി പോര്. എന്തായാലും അടിപൊളിയാണ്.
അഭിപ്രായം പറയാം കോട്ടാ. സൂപ്പർ അടിപൊളി ട്രിപ്പ് ആയിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തില്ല. ലൈഫിൽ മറക്കാൻ പറ്റാത്ത ലൈഫിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇനിയും ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലാത്തതുമായ ട്രിപ്പ് അല്ലേ? ഞങ്ങളുടെ ട്രിപ്പുകളെല്ലാം അങ്ങനെ ആയിരിക്കും. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും വിഷ്ണു പറയാ എല്ലാരും ഒന്ന് പറഞ്ഞു എങ്ങനെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പിന്റെ അവസാനം നമ്മൾ അടിപൊളി ട്രെക്കിംഗ് ചെയ്തു. 6 കിലോമീറ്റർ നടന്ന് എല്ലാം പതയായിട്ട് ഈ ട്രെക്കിംഗ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വിവേകാണ്. എങ്ങനെ ഉണ്ടായിരുന്നാ? അടിപൊളി സൂപ്പർ ആയിരുന്നു. നമ്മളെ സാരഥിയായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ അഭിലാഷ ഉണ്ടായിരുന്നു. അഭിലാഷായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കമ്പനി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പിള്ളേരൊക്കെ അടിപൊളിയല്ലായിരുന്നു? ചില്ലായിട്ട് അപ്പം ചേട്ടനും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മുടെ കൂടെ രാത്രിയിലൊക്കെ നല്ല പൊള്ളി വൈബായിരുന്നു അല്ലേ? റൂമിലൊക്കെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഗംഭീര പരിപാടിയായിരുന്നു. അപ്പൊ 2 ദിവസത്തെ പരിപാടി നമ്മുടെ തീരാണ്. ഇനി നമ്മുടെ എന്താ പറയാ, ഇതുപോലെ പിള്ളേരും ചങ്സ് എല്ലാവരും കൂടെ പോയിട്ട്, ഞാൻ അന്ന് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വന്ന് അന്ന് തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാവരുടെയും കൂടെ ഒരു പോക്ക്. കാര്യം ഇതൊരു പ്രത്യേക സുഖമാണ്. നമ്മുടെ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഇഷ്ടപ്പെട്ടു പോകുന്ന യാത്രയാ. അപ്പൊ ഇതുപോലുള്ള യാത്രകൾ ഇനിയും ഒരുപാട് സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്ന് ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോ ബൈ ബൈ ഫ്രം കൊടൈക്കനാൽ.